ദിലീപ് എന്ന ഈ മഹാനടനെ ചില വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ സിനിമാ ലോബികൾ ഇല്ലാതാക്കാനും സിനിമാ മേഖലയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നാടകം അത് ഇങ്ങേയറ്റം 8 വർഷങ്ങൾക്ക് ശേഷം പൊളിയുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു തെളിവുമില്ലാതെ 90 ദിവസം ജയിലിൽ കിടന്ന് നരകയാതന അനുഭവിക്കുകയാണ് മനുഷ്യൻ ചെയ്തത്. അതിനുശേഷം മീഡിയയുടെ ആണെങ്കിലും പൊതുജനങ്ങളുടെ ആണെങ്കിലും കുത്തുവാക്കുകളും എല്ലാം കേട്ട് മാനസികമായി അങ്ങേയറ്റം തകർന്ന് ചെയ്യാത്ത ഒരു കുറ്റത്തിനാണ് നമ്മളിങ്ങനെ കേൾക്കുന്നതെങ്കിലും ഉണ്ടാകുന്ന മാനസിക സംഘർഷവും മാനസിക ബുദ്ധിമുട്ടുകളും നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. സാധാരണപ്പെട്ട മനുഷ്യർ എന്തിനാണ് ഇദ്ദേഹത്തെ കുത്തുവാക്ക് പറയുന്നത്? കോടതി 8 വർഷം കാത്തിരുന്ന് കോടതി അദ്ദേഹത്തിന് നീതി കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നീതി ലഭിക്കില്ല. അപ്പോൾ തെറ്റുകാരനല്ല എന്ന് കോടതി വിധിച്ചപ്പോൾ ആ കോടതി വിധിയെ മാനിക്കുക തന്നെ വേണം. അപ്പോൾ അല്ലാതെ ഒരു സാധാരണപ്പെട്ട മനുഷ്യർ കിടന്ന് കാണിക്കുന്ന പ്രഹസനങ്ങൾ, ഒരു സ്ത്രീ KSRTCയിൽ എന്ത് പ്രഹസനമാണ് കാണിക്കുന്നത്? ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് കാണിക്കുന്നത്? ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എടുക്കാൻ കരുതിയിരുന്നപ്പോഴാണ് ഈ സിനിമ എൻ്റെ മോനാണ് ശരിക്കും പറഞ്ഞത്. 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ ഈ വഷളൻ്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ചോദിച്ചപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ ആണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം പിന്നെ അത് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം 2.5 മണിക്കൂർ അടൂർ വരെ ഇരുന്ന് ഈ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് ഞാൻ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ, സാർ എനിക്ക് 2.5 മണിക്കൂർ ഈ സിനിമ കണ്ടു ഈ ബസ്സിനകത്ത് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഫാമിലിക്ക്, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഈ സിനിമ നിർത്തണം അല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. ഈ സ്ത്രീക്ക് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ദിലീപുമായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സിനിമാ മേഖലയാണോ ഇവർക്ക് ചെലവിന് കൊടുക്കുന്നത്? ഇങ്ങനെയൊക്കെ ഉള്ളതുങ്ങളെ നാട്ടിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ കോടതി വിധി വന്നനൊക്കെ ഇങ്ങനെ പറയുന്നവർക്കെതിരെ കേസെടുക്കുകയാണ് വേണ്ടുന്നത്. കുറച്ച് വീഡിയോ കൂടി ഞാൻ കാണിക്കാം. ഈ പറയുന്ന വ്യക്തികളൊക്കെ ബുദ്ധിയില്ലാഞ്ഞിട്ടോ പൊട്ടന്മാരോ ആയിട്ടാണോ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്ന് കേട്ട് നോക്കണേ. ബുദ്ധിയുള്ള മനുഷ്യരും വിവരമുള്ള മനുഷ്യരുമാണ്, വിദ്യാഭ്യാസമുള്ള മനുഷ്യരുമാണ്. ഇവരൊക്കെ പറയുന്ന കാര്യം കൂടി ഒന്ന് കേട്ട് നോക്ക്. എന്തുകൊണ്ട് അതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല? ഇങ്ങേയറ്റം 2ാം പ്രതിയായ ആ ഡ്രൈവർ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ കേട്ട് നോക്ക്. അപ്പോൾ മനസ്സിലാകും ഇതിൻ്റെ പിന്നിൽ നമ്മളാരും അഭിപ്രായം പറയേണ്ട ഒരാവശ്യമില്ല. കോടതി വിധി വന്നു, അയാൾക്ക് ദൈവത്തിൻ്റെ തുണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതി വിധി അനുകൂലമായി വന്നത്. വെറുതെ വിട്ടത് അതുകൊണ്ടാണ്. കുടുക്കിയതാണ് എന്നുള്ള എൻ്റെ ഉത്തമ ബോധ്യത്തിൽ, എൻ്റെ ഒരു ആസ് എ പോലീസ് ഓഫീസർ ഞാൻ അന്വേഷിച്ചതും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതും ഞാൻ കണ്ടുപിടിച്ചതുമായിട്ടുള്ള വസ്തുതകൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയണമല്ലോ എനിക്ക്. അപ്പൊ അങ്ങനെ ആ ഒരു സമയമായി എന്നപ്പോൾ ഞാനത് പറയണോ വേണ്ടയോ? കേസ് നിൽക്കുകയല്ലേ, കേസ് തീർന്നിട്ട് പോരെ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ കേസ് തീരാൻ പോണില്ല എന്ന് എനിക്കറിയായിരുന്നു. അതിങ്ങനെ മനഃപൂർവ്വം ഡ്രാഗ് ചെയ്ത് ഏത് അറ്റം വരെയും തീർത്ത് കഴിഞ്ഞാൽ പൊളിയുമല്ലോ. ചീട്ടുകൊട്ടാരം കെട്ടിപ്പൊക്കിയത് തീർന്നു കഴിഞ്ഞാൽ ഇത് വെറും കെട്ടിപ്പൊക്കിയതാണെന്ന് പറഞ്ഞാൽ എല്ലാം പൊളിയത്തില്ല. എത്ര പേർക്ക് അതിൽ നിന്ന് അപവാദം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അവരത് സമ്മതിക്കില്ല. ഈ ചെയ്തവരെല്ലാവരും അത് പരമാവധി നീട്ടി കൊണ്ടുപോകാനേ ശ്രമിക്കുകയുള്ളൂ. കേട്ടല്ല പറഞ്ഞത്, നിരപരാധിയായ ഒരാളെ കുടുക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട്. ഇത് കേസ് നീട്ടി കൊണ്ടുപോകും എന്ന് പറയുന്നത് കേട്ടല്ലോ. ഇവർ ബുദ്ധിയില്ലാഞ്ഞിട്ടോ കേസ് ഇതിൻ്റെ തെളിവുകളില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അടുത്തത് പറയുന്നതൊന്ന് കേട്ട് നോക്കാം. ദിലീപിനെ കോടതി വെറുതെ വിട്ടു. കോടതിയെ വെറുതെ വിട്ടതുകൊണ്ട് കോടതിയെപ്പറ്റി പഴി പറയുന്ന സോഷ്യൽ മീഡിയക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സംഭവം കണ്ടിട്ടില്ല, കേസ് വായിച്ചിട്ടില്ല, കേസിൻ്റെ വാദം കേട്ടിട്ടില്ല, നിങ്ങൾക്ക് നിയമം അറിയില്ല. നിങ്ങൾ ആകെ പറയുന്നത് പത്രക്കാരൻ്റെ ഊഹാപോഹങ്ങളും അതുപോലെ തന്നെ അവരുടെ കെട്ടിച്ചമച്ച കഥകളൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. ബാക്കി കൂടി ഒന്ന് കേട്ട് നോക്കണം. അപ്പം നമുക്ക് ഏകദേശം രൂപം കിട്ടും. ജഡ്ജി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കോടതി വന്നിട്ട് ദിലീപിനെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞല്ല. 200 സാക്ഷികൾ, 100ലധികം ഡിജിറ്റൽ തെളിവുകൾ, CCTV ക്യാമറ ദൃശ്യങ്ങൾ, ഫോണ്, മെമ്മറി കാർഡുകൾ, വാട്സപ്പ് സന്ദേശങ്ങൾ, മെറ്റാ ഡാറ്റ, കോൾ റെക്കോർഡ്സ്, പല അന്വേഷണ ഏജൻസികളുടെയും റിപ്പോർട്ടുകൾ, സാക്ഷിമൊഴികൾ, ക്രോസ് വിസ്താരങ്ങൾ, വക്കീലന്മാരുടെ മണിക്കൂറുകളോളം നീണ്ടുനിന്ന വാഗ്വാദങ്ങൾ, ഇതൊക്കെ പരിശോധിച്ച് 8 വർഷം നീണ്ടുനിന്ന വിചാരണക്കൊടുവിലാണ് ജഡ്ജി ദിലീപിനെ വെറുതെ വിട്ടത്. ഇത്രയൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടായിട്ടും ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷമം തോന്നും. കുറ്റം സംശയാതീതമായി തെളിയിക്കണം. അത് പ്രോസിക്യൂഷൻ കഴിയണം. ഡിജിറ്റൽ തെളിവുകൾക്ക് വിശ്വാസ്യത വേണം. ആരോപണങ്ങളിൽ നേരിട്ട് ബന്ധമുള്ള മെറ്റീരിയൽ എവിഡൻസ് വേണം. പ്രധാന സാക്ഷികളുടെ മൊഴികളിൽ കോടതിക്ക് വിശ്വാസ്യത ഉണ്ടാവണം. അല്ലാതെ മാപ്രകളുടെ ഊഹാപോഹങ്ങൾക്ക് സാധാരണപ്പെട്ട മനുഷ്യർ അപവാദങ്ങൾ പറയാതെ ഇരിക്കുക. നീതിന്യായ വ്യവസ്ഥയെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ അതിനർത്ഥം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നട്ടലിനെയാണ് തകർക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ജഡ്ജിമാർ അവഹേളിക്കുന്നത് കണ്ടംപ്റ്റ് കോർട്ടിന് തുല്യമാണ്. മാത്രം അങ്ങനെയുള്ളവരെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം.
ദിലീപിനെതിരായിട്ട് പ്രധാന ആരോപണം എന്താണെന്ന് വെച്ചാൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നാണ്. സാധാരണയായിട്ട് കൊലപാതകത്തിനും കിഡ്നാപ്പിനും കയ്യും കാലും പെട്ടാണ് കൊട്ടേഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ ബലാത്സംഗത്തിന് ആരും കൊട്ടേഷൻ കൊടുക്കാറില്ല. അത് സത്യമല്ലേ പറയുന്നത്? ബലാത്സംഗത്തിന് ആരെങ്കിലും കൊട്ടേഷൻ കൊടുക്കും? അവർ തന്നെ അങ്ങ് ചെയ്യത്തേ അല്ലേ ഉള്ളൂ. മറ്റൊരാളെ കൊണ്ടാണോ അതൊക്കെ ചെയ്യുന്നത്? മുൻപ് AK ശശീന്ദ്രൻ മന്ത്രിയായ പി ജോസഫ് അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ഇതുപോലെ കോടതി വെറുതെ വിട്ട് വീണ്ടും നേതാക്കന്മാരായും മന്ത്രിമാരായും ഇപ്പോഴും സമൂഹത്തെ വിലസിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അതിജീവിതത്തോടൊപ്പമായിരുന്നില്ലേ സർക്കാർ? ദിലീപിനെ വെറുതെ വിട്ട് വിധിക്കോപ്പ് നിങ്ങൾക്ക് കൈ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇത്രയും കാലത്ത് 35 കൊല്ലത്തെ വക്കീൽ പണിയിലെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാം, ഹൈക്കോടതി പോയാലും ദിലീപിനെ ശിക്ഷിക്കാനാവില്ല. അതുകൊണ്ട് ദിലീപിനെതിരെ അപ്പീലിടുന്നതും പ്രയോജനമില്ല. ഇതൊക്കെ കേട്ടാലും ബോധം വരാത്ത കുറേ മനുഷ്യരുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും പോരാ, രണ്ടാം പ്രതി പറയുന്ന കാര്യം കേൾക്കണം. അതാണ് മെയിനായിട്ട് കേൾക്കേണ്ടുന്ന കാര്യം. ഇതൊന്നും ആരുടെയും ചെവിയിൽ കയറില്ല കേട്ടോ. എൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. നടി ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി. ഞാൻ പുറത്തിറങ്ങിയത് ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. അതിൻ്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നത്. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് മാത്രം ഇയാൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഇപ്പോൾ എങ്ങനെ വിധി വന്നപ്പോഴും 20 വർഷം അയാൾക്ക് വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നു. ഇതിൽ ഇയാൾ നിരപരാധിയാണ് എങ്കിൽ ഇയാൾക്ക് നീതി ലഭിക്കേണ്ടുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ സത്യസന്ധമായ തുറന്നു പറയാനുണ്ട്. ഇതിന്റെ പേരിൽ എന്റെ ജീവൻ വരെ ഭീഷണി നിലനിൽക്കുന്നത്. ഈ രണ്ടാം പ്രതിയായ മാർട്ടിൻ, അതായത് ലാലിൻ്റെ ഡ്രൈവറായിരുന്നു 4 വർഷം. ആ മാർട്ടിൻ പറയുന്ന കാര്യങ്ങളാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ ഇതെങ്കിലും കേട്ടാൽ പോലും മനുഷ്യൻ തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ അതില് യഥാർത്ഥത്തിൽ കേസിൽ പുറത്തു കാണാനുള്ള കാര്യങ്ങളല്ല, മാധ്യമങ്ങളിലുണ്ടാക്കിയ കഥകളാണ് മൊത്തം പുറത്തു വന്നേക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളൊന്നുമല്ല. നടിനെ ആക്രമിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ വെറുതെ പ്രൊഫസറിനെയും നടലാലും മഞ്ജു വാര്യരും രമ്യ നമ്പീശനും കൂടി ഉണ്ടാക്കിയ കള്ളക്കേസാണ് ദിലീപിനെ തകർക്കാൻ വേണ്ടി ഈ കേസ്. അതിന്റെ യഥാർത്ഥ സത്യങ്ങളൊക്കെ അറിയാം. യഥാർത്ഥ സത്യങ്ങൾ ഒരാൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ പോലും അത് കേൾക്കാൻ തയ്യാറല്ല. പിന്നെ എന്താണ് ഇവരൊക്കെ? കോടതി പറഞ്ഞതിനൊക്കെ കേൾക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ എന്തിനാണ് ഇതൊന്നും സത്യസന്ധമായിട്ട് അറിയാത്ത ആൾക്കാർ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്? ഈ ദിലീപിൻ്റെ പടം കാണുമോ? ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന പുതിയ പടം ഇറങ്ങാൻ പോകുന്നു, അത് വിജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിവിൻ്റെ പരമാവധി ഇവരൊക്കെ അങ്ങ് ശ്രമിക്കുകയാണ്. ഇതിനൊപ്പം കുറേ വിവരദോഷികളായ ഞാറുവാലികൾ ഇങ്ങനെ അങ്ങ് തുള്ളാൻ നിൽക്കുക. ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ ഓരോരുത്തർ വന്ന് വിളിച്ച് പറയുന്ന കേട്ട് നോക്കണം. എന്നിട്ട് പോലും വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ദിലീപ് നിരപരാധിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നോട് ഇഫ് യു ആസ്ക് മീ, യെസ്, ഇത് ഒരാൾ എന്നുള്ളതിൽ പറയുകയാണ്. അങ്ങനെയുള്ള കൃത്യമൊന്നും അയാൾ ചെയ്യാൻ വഴിയില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് നമുക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിവുള്ള ആൾക്കാർ പറയുന്ന കേട്ടല്ലോ. ഇവരൊക്കെ വെറുതെയാണോ ഇതൊക്കെ പറയുന്നത്? ദിലീപ് ഒരിക്കലും അത് ചെയ്യില്ല എന്ന് എനിക്കറിയാം. അതിനുള്ള മാനസികാവസ്ഥ അങ്ങനെയുള്ളൊരു ഇതായിട്ടുള്ള ഒരാളുമല്ല ദിലീപ്. അപ്പം ഇതിൽ ഈ വിധിയെ സ്വാഗതം ചെയ്തതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ കുറ്റം ചെയ്തവരെല്ലാം ശിക്ഷിക്കുകയും ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞൊരു ഒരു ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഫ്രെയിം ചെയ്ത ആൾക്കാരെ വെറുതെ വിടുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഭാഗം ആ വിധിയുടെ. അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു വിധിയായിരുന്നു. ചെവി തുറന്ന് ഇതൊക്കെ അങ്ങോട്ടൊന്ന് കേട്ട് നോക്കുക കേട്ടോ. സാധാരണപ്പെട്ട കുറച്ച് കണ്ട ബസ്സിനകത്ത് കിടന്ന് കുത്ത് കാണിക്കുന്ന അതുപോലുള്ള, ഞാൻ വേറെ ഭാഷയൊന്നും പറയുന്നില്ല, ഞാനങ്ങ് പറയുകയാണ്. 8ാം പ്രതിയെ മാത്രം ശിക്ഷിക്കണമെന്നാണല്ലോ നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചത്. അങ്ങനെയാണല്ലോ മാധ്യമ വിചാരണ 7 കൊല്ലമായിട്ട് നടക്കുന്ന കേസാണിത്. മാധ്യമ വിചാരണ, അതായത് ഒരു 8ാം പ്രതിയെ കണക്ട് ചെയ്യാൻ ഒരു സിംഗിൾ പേപ്പർ ഇല്ല, ഒരു സിംഗിൾ ഇൻസിഡൻ്റ് ഇല്ല. ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ടേ? ജഡ്ജി വിശ്വസിക്കണ്ട പോട്ടെ, ഒരു മനുഷ്യൻ വിശ്വസിക്കേണ്ട, ഒരു സാധാരണ മനുഷ്യൻ വിശ്വസിക്കണ്ടേ? അത്തരം എവിഡൻസ് ഇല്ലാത്ത ഒരു കേസാണിത് ദിലീപിനെതിരായി. ഇത് യഥാർത്ഥത്തിൽ ഇത് മൂട്ട് ചെയ്യുന്നത് സിനിമാ ലോബിയാണ്. അതിൽ പോലീസ് അവരുടെ ഒരു എന്താ പറയുക, ഒരു പപ്പറ്റായി മാറി എന്നുള്ളതാണ്. സിനിമാ ലോബിയുണ്ട്, അതുപോലെ തന്നെ എക്സ് വൈഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്.
അവരുടെ ആലോചനകൾ പ്രകാരമായിട്ടാണ് എന്നാണ് ദിലീപിന്റെ കേസ്. അതൊന്നും അല്ല കാര്യം. മഞ്ജു വാര്യർ കരുതുന്നത് മഞ്ജു വാര്യർക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടണ്ട, അവൻ സുഖിച്ച് ഫാമിലിയായിട്ട് ജീവിക്കണ്ട, ഇത്രയേ മഞ്ജു വാര്യർ കരുതിയുള്ളൂ. ഇനി ഈ അതിജീവതയെ ഇത് തന്നെയാണ് കരുതിയത്. രണ്ടാമത് അവരെ അങ്ങ് വിവാഹം കഴിക്കുമെന്ന് കരുതി കാണും. അപ്പോൾ അത് സംഭവിക്കാതെ വന്നപ്പോഴത്തേക്ക് അവരും വിചാരിച്ചു എങ്കിൽ ഇയാൾ കുടുംബജീവിതമായിട്ട് ഇനി മുന്നോട്ട് പോകണ്ട, ഇയാളെ അങ്ങ് നശിപ്പിച്ച് നാറാണക്കല്ലിടാം എന്ന് രണ്ട് കക്ഷികളും തീരുമാനിച്ച്. ഇവർ രണ്ടും കൂടെ എടുത്ത കൊട്ടേഷനാണെന്നല്ലേ ഇപ്പോൾ ഈ പറയുന്നത്. നിയമത്തിന്റെ ഏതറ്റം വരെ പോകും, അവളെ തളർത്താമെന്ന് ഈ PR വർക്ക് ചെയ്യുന്ന ഈ കൊട്ടേഷൻ കൊടുത്ത വ്യക്തിയോ പൈസ വാങ്ങിയ വ്യക്തിയോ ആരും വിചാരിക്കേണ്ട. പലരും വിചാരിക്കുന്നുണ്ട് ഈ വന്ന വിധിയോടുകൂടി അവൾ തളർന്നു, ഇനി അവൾ മുൻപോട്ടില്ല, ഒരു ഇഞ്ച് പോലും അവൾ തളർന്നിട്ടില്ല, അതിശക്തമായി തന്നെ മുൻപോട്ട് അവൾ സഞ്ചരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തള്ള എന്ത് വിഷയം നടന്നാലും എല്ലാത്തിൻ്റെ അറ്റത്ത് കയറി പിടിക്കും. എന്നെങ്കിൽ സമൂഹത്തിൽ പെണ്ണുങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യം നടപ്പിലാക്കുക. അതല്ല, വെറുതെ ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ, പീഡിപ്പിച്ച് കഴിയുമ്പം ചെന്ന് അതിൻ്റെ എല്ലാ അറ്റത്ത് പിടിക്കും. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ? ഇനി അതിജീവത അങ്ങ് ശക്തമായിട്ട് മുന്നേറും, കയറി വരും എന്നൊക്കെ പറയുന്നു. ഈ ദിലീപ് എന്ന നടൻ ഹീറോയിൻ ആക്കിയത് കൊണ്ട് മാത്രമാണ് ഈ നടിയായി മാറിയത്. അല്ലാതെ മറ്റുള്ള എല്ലാവരും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ള എല്ലാവരും ഇവരെ ഹീറോയിൻ ആക്കണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ദിലീപ് എന്ന ഒരാളുടെ ബലത്തിലാണ് ഇവള് ഹീറോയിനായത്. ഈ ദിലീപ് എന്ന ഒരാളില്ലായിരുന്നെങ്കിൽ ഇവൾ ഹീറോയിനും ആകില്ല, ഒന്നും ആകില്ല. ഏതെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെയൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് പോകണ്ടെന്ന ഇവളെ ഹീറോയിനാക്കിയത് ദിലീപ് തന്നെയാണ്. പല സിനിമകളിലേക്ക് ഹീറോയിനായിട്ട് വിളിച്ചതും ദിലീപ് തന്നെയാണ്. ഒരു സിനിമയിൽ മറ്റുള്ളവരെല്ലാവരും ഇവരെ ഹീറോയിനായിട്ട് വെക്കണ്ട എന്ന് പറയുമ്പോഴും ദിലീപ് ഒറ്റ ഒരാളാണ് ഇവരെ ഹീറോയിനായിട്ട് മതിയെന്ന് പറഞ്ഞ് ഇവരെ ഹീറോയിനാക്കിയത്. ഉളുപ്പും നാണവും ഉണ്ടെങ്കിൽ ഇനി ഈ സിനിമ മേഖലയിൽ അഭിനയിച്ചോ അല്ലെങ്കിൽ സിനിമയിൽ ഇറങ്ങിയോ കാശുണ്ടാക്കരുത്. കാരണം നിങ്ങളാക്കിയത് ഈ ദിലീപ് എന്ന മഹാനടൻ തന്നെയാണ്. നിങ്ങൾക്ക് ഉളിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇനി ഇറങ്ങരുത്. ഏകദേശം ഇപ്പോൾ കുറേ സാധാരണപ്പെട്ട മനുഷ്യന് കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട്. പലർക്കും അറിയാം, എങ്കിലും എന്തിനൊക്കെയോ വേണ്ടി വെറുതെ കിടന്നങ്ങ് ആത്മരോഷം കൊള്ളുകയാണ്. പക്ഷേ ഇതിൽ ദിലീപ് നിരപരാധിയാണെന്ന് പലർക്കും അറിയാം. പക്ഷേ ഇനി ചെയ്യേണ്ടുന്നത്, ഇനി ഇറങ്ങാൻ പോകുന്ന പടത്തെ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന മൊത്ത പ്രഹസനം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ പടം കാണാനിറങ്ങി അതുപോലെ തന്നെ അത് വിജയിപ്പിക്കുകയും ചെയ്യണം. ഞാൻ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യുക. കാരണം നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുണ്ട്.